ഫ്രണ്ട്സ്, ജമേഷ് ഷോയിലേക്ക് സ്വാഗതം. ജമേഷ് ഷോയുടെ ഈ പുതിയ എപ്പിസോഡിൽ നമ്മളൊരു സെലിബ്രിറ്റി ചാറ്റാണ്. മലയാളത്തിലെ നായികയും സഹനടിയും ഒക്കെയായി കഴിഞ്ഞ 20 വർഷത്തോളമായി 100-ലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ലെനയാണ് നമ്മളുടെ ഇന്നത്തെ അതിഥി. ഞാനിപ്പോൾ ഇരിക്കുന്നത് തൃശ്ശൂർ കഫേ ഷേക്സ്പിയറിലാണ്. തൃശ്ശൂർ അടുത്ത പ്രദേശത്തുള്ളവർക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ കഫേ ഷേക്സ്പിയർ എന്ന് പറയുന്നത് ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് തോട്ടിലുള്ള ഒരു കോഫി ഷോപ്പാണ്. ഞാനിവിടെ വന്നപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര താല്പര്യം തോന്നി. കാരണം ഇവിടെ ഒരു എന്താ പറയുക, ബുക്ക് ഷെൽഫ് ഉണ്ട്. അത്യാവശ്യം ആർക്കെങ്കിലുമൊക്കെ വായിക്കണം അല്ലെങ്കിൽ കുറച്ച് സമയം നമുക്ക് മാറിയിരിക്കണമെങ്കിലൊക്കെ പറ്റുന്നൊരു സ്പേസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതിന് പുറമെ ഈ ബുക്ക് ഷെൽഫിലേക്ക് ഇപ്പം നമുക്ക് ആർക്കെങ്കിലും ബുക്ക് പ്രസന്റ് ചെയ്യണമെങ്കിൽ, ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണമെങ്കിൽ അത് ചെയ്യാം. അങ്ങനെ എല്ലാം കൊണ്ടും ഒന്ന് മാറിയിരുന്ന് ഒന്ന് നമുക്ക് സംസാരിക്കാനും ചിന്തിക്കാനൊക്കെ പറ്റുന്നൊരു സ്പേസ് ആണ്. ഇന്നത്തെ അതിഥി ഞാൻ പറഞ്ഞല്ലോ ലെനയാണ്. ലെന വരുന്നതിന് മുമ്പ് നമുക്ക് ഈ കോഫി ഷോപ്പ് ഒന്ന് പരിചയപ്പെടാം, ഇതിന്റെ ഫീച്ചേഴ്സ് ഒന്ന് കാണാം. അതിനുശേഷം ലെനയുമായുള്ള അവരുടെ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ജമേഷ് ഷോയിലേക്ക് സ്വാഗതം. Your dream, we were ordering some treats. You said it would be alright. I tried to stop you asking why. You started out to face it, my heart went off like crazy. You pressed your arms on my head, we fell into my small bed. You started out to face it, my heart went off like crazy. I felt my breath was taken. Hi, ഞാൻ ജമേഷ് ഷോയിലാണ്. ജമേഷ് കോട്ടക്കൽ എന്നറിയപ്പെടുന്ന വളരെ ഫേമസ് ഫാഷൻ ഫോട്ടോഗ്രാഫർ ഹാസ് ബീൻ മൈ ഫ്രണ്ട് സിൻസ് ഡോങ്കീസ് ഇയേഴ്സ്. അതുകൊണ്ട് വർഷങ്ങൾ പറയുന്നില്ല, അത്രയും ജാമ്പവാൻ്റെ കാലം മുതലുള്ള ഫ്രണ്ടാണ്. പക്ഷെ ഞങ്ങളെ ആരെയും കണ്ട ജാമ്പവാനായിട്ട് തോന്നാത്തത് ഭാഗ്യം. ആൻഡ് ഹി ഹാസ് ബീൻ റിയലി ഗുഡ് അറ്റ് മേക്കിംഗ് പീപ്പിൾ ലുക്ക് ഗുഡ്. പക്ഷേ ലോട്ട് ഓഫ് പീപ്പിൾ ഡോണ്ട് നോ ഹൗ ഗുഡ് ലുക്കിംഗ് ദ ഫോട്ടോഗ്രാഫർ ഹിംസെൽഫ് ഇസ്. ഞങ്ങൾ ഇന്നൊരു കാഷ്വൽ ടോക്കിന് വേണ്ടി ഇവിടെ തൃശ്ശൂർ ഷേക്സ്പിയർ കഫേയിൽ മീറ്റ് ചെയ്തിരിക്കുകയാണ്. വെൽക്കം ടു ആ ചാറ്റ്. താങ്ക് യു ലെന. ഞാനാണോ ഹോസ്റ്റ്, ജമേഷാണോ ഹോസ്റ്റ് എന്നുള്ളതാണ്? അങ്ങനെയല്ല, ഇപ്പം എൻ്റെ ഷോയുടെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് ഞാൻ കരുതുന്നത് ഇത് ഒരു എന്താ പറയുക, ഇൻ്റർവ്യൂവർ ഏകപക്ഷീയമായി ചോദ്യങ്ങൾ ചോദിക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു ടോക്ക്. ഇപ്പം നമ്മൾ കാറിലിരുന്ന് സംസാരിക്കുമ്പോൾ പലപ്പോഴും വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കും. ഇലക്ഷൻ്റെ പ്രചാരണം നടക്കുന്നുണ്ട്. എൻ്റെ കരിയറിൻ്റെ തുടക്കത്തിലും ലെനയുടെ കരിയറിൻ്റെ തുടക്കം മുതൽ പിന്നെ ഞാൻ ലെനയെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇതുപോലൊരു സിറ്റുവേഷൻ ആദ്യമായിട്ടാണ്. പലപ്പോഴും ഞാനെപ്പോഴും ഫോട്ടോ എടുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക്. അതെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കൂട്ട്, പിന്നെ രണ്ടാം ഭാവം, അങ്ങനെയുള്ള 1-2 സിനിമകൾക്ക് ശേഷം കുറച്ച് ഗ്യാപ്പ് ഇടയ്ക്ക് വന്നിട്ട് പിന്നെ ബിഗ് ബിയിലാണ് സജീവമായിട്ട് വരുന്നത്. അതും പക്ഷേ ഹീറോയിനായിട്ടല്ല. അതെന്താണ് അങ്ങനെ ഒരു ഗ്യാപ്പിലേക്ക് എത്തിപ്പെടാൻ? ഇതെന്താ, എൻ്റെ കരിയറിൻ്റെ ഒരു ഗ്രാഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ, ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് എന്നെ ജയരാജ് സാർ സെലക്ട് ചെയ്ത് സ്നേഹം എന്ന സിനിമയിൽ അഭിനയിപ്പിക്കുന്നു. അപ്പോൾ ഞാൻ മനഃപൂർവ്വം സിനിമയിലേക്ക് വന്നതല്ല, യാദൃശ്ചികമായിട്ട് വന്നതാണ്. അപ്പം അങ്ങനെ അഭിനയിക്ക് ഇപ്പം ജയരാജ് സാറിൻ്റെ പടം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ഡയറക്ടേഴ്സ് എല്ലാവരും കാണുന്നതാണ്. അങ്ങനെ MT വാസുദേവൻ നായർ സാറിൻ്റെ പടത്തിൽ അഭിനയിച്ചു, ഒരു ചെറുപുഞ്ചിരി. പിന്നെ സാറിൻ്റെ തന്നെ കരുണം, ശാന്തമൊക്കെ ചെയ്തു. പിന്നെ സത്യനന്ദിക്കാട് സാറ് കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലേക്ക് വിളിച്ചു. പിന്നെ സിബി മലയിൽ സാറ് ദേവദൂതനിലേക്ക് വിളിച്ചു. ലാൽ ജോസ് സാറ് സത്യനന്ദിക്കാട് സാറോട് സംസാരിച്ചു, ജയരാജ് സാറും പറഞ്ഞ് എന്നെ രണ്ടാം ഭാവത്തിൽ സുരേഷ് ഗോപിയുടെ ഹീറോയിനായിട്ട് കാസ്റ്റ് ചെയ്തു. അതിനുശേഷം ഈ സമയത്തൊക്കെ എൻ്റെ ഉള്ളിൽ ഭയങ്കര ടേർമോയിൽ സംഭവിക്കുകയാണ്. ഞാൻ ഒരുപക്ഷെ ഇത് ഒരു ഇൻ്റർവ്യൂവിലും പറയാത്തൊരു കാര്യമായിരിക്കും.
എന്നെ സിനിമയിലേക്ക് എടുത്തു എന്ന് പറഞ്ഞൊരു സംഭവമല്ലോ. എന്നെ സിനിമയിലേക്ക് എടുത്തു, അങ്ങനെ അല്ലായിരുന്നു എനിക്ക്. അയ്യോ സിനിമയിലേക്ക് എടുത്തു പോയല്ലോ, അല്ല ഇനിയിപ്പോ എന്ത് ചെയ്യും, ഇനിയിപ്പോ നമ്മുടെ പ്രൈവസി പോവോ, നമ്മള് ഭയങ്കര എല്ലാവരും ശ്രദ്ധിച്ചു തുടങ്ങും എന്നൊക്കെ. ബേസിക്കലി 16 വയസ്സുള്ളൂ. അപ്പൊ അതിന്റെ ഒരു പ്രശ്നങ്ങളുണ്ട്. എന്റെ നോർമൽ ലൈഫ് പോവോ എന്നുള്ള ഒരു പ്രശ്നം വന്നു എനിക്ക്. അത് പോരാത്തതിന് എൻ്റെ ചുറ്റിനുള്ള എല്ലാവരും സിനിമയെ കുറിച്ച് കുറെ മോശം അഭിപ്രായങ്ങൾ. അതും ഞാൻ ഇപ്പോഴത്തെ സിനിമ കാലഘട്ടമല്ല പറഞ്ഞത്, 21 years ബാക്ക് ആണിത്. സോ ആ സമയത്ത് ആൾക്കാർക്ക് സിനിമ എന്തായിരിക്കും എങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് കാരണം ഞാൻ ഒരിക്കലും സെറ്റിലായില്ല സിനിമയിലോട്ട്. സെറ്റിലായില്ല. എൻ്റെ ഉള്ളില് ഇത്രയും നല്ല ഡയറക്ടേഴ്സിന്റെ കൂടെ ഇത്രയും നല്ല പടങ്ങൾ വർക്ക് ചെയ്തിട്ടും എനിക്കതിന്റെ വില മനസ്സിലായില്ല. അപ്പോൾ എൻ്റെ വിചാരം പഠിച്ചാലേ നമുക്ക് ആരെങ്കിലും ആവാൻ പറ്റുള്ളൂ, പഠനം വേണം. ബേസിക്കലി ഞാൻ നല്ല പഠിപ്പിസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു പഠിത്തം കളയണ്ട കേട്ടോ, സിനിമയൊക്കെ വരും പോവും, ഇതൊക്കെ ഒരു കരിയറായിട്ട് എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ തലയിൽ കിടന്ന് കഴിക്കണം, കെയോസാണ് തലയുടെ ഉള്ളിൽ. അപ്പോൾ അങ്ങനെ ഡിഗ്രിക്ക് ഞാൻ സൈക്കോളജിക്ക് ജോയിൻ ചെയ്തു. സൈക്കോളജി എനിക്ക് ഭയങ്കര ഇഷ്ടമായെന്ന് വെച്ചാൽ അതൊരു വേറെ ലോകമായി മാറി. അപ്പോൾ എനിക്ക് ഡിഗ്രി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഷുവറായി ഞാൻ ഇനി സ്റ്റഡീസിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ പോവാണ്. ഐ ക്യാൻ ഡു സംതിങ് ഫോർ ദ വേൾഡ് ഇഫ് ഐ ലേൺ സൈക്കോളജി എന്നുള്ള ഐഡിയ, എന്തോ ഒരു വലിയ ഗോളൊക്കെ കിട്ടിയ പോലെ ഞാൻ നേരെ ബോംബെയിലേക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാൻ പോയി. അപ്പൊ ഈ പോകുന്നത് 2ാം ഭാവം റിലീസായ ആ സമയത്താണ്. ആ സമയത്ത് കുറെ നല്ല റോൾസ് വന്നായിരുന്നു. ഞാൻ ഇപ്പൊ എടുത്തു പറയുന്നില്ല, എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാത്ത റോളിന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എനിക്ക് അത്ര കൺവിൻസ്ഡ് ആയിരുന്നു സിനിമ എനിക്കുള്ളതല്ല. ഞാൻ പഠിച്ച് PhD എടുത്ത് എന്തൊക്കെയോ ചെയ്യണമെന്നൊക്കെയാണ്. ബോംബെ പോയി 2 വർഷം പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്ത് അവിടെ വർക്ക് ചെയ്യണം നമ്മുടെ ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ട്. അപ്പോൾ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ പഠിക്കുന്ന പോലെ അല്ല, ബുക്കിലുള്ള സംഭവങ്ങളല്ല. ബുക്കൊക്കെ അമേരിക്കൻ ടെക്സ്റ്റ് ബുക്സാണ്, അവരുടെ പഠിക്കാം. അവർ പറയുന്ന സിറ്റുവേഷൻസും അമേരിക്കയിലെ ഹെൽത്ത് കെയർ സെന്റേഴ്സിൽ നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഹെൽത്ത് കെയർ സെന്റേഴ്സിലേക്ക് പോയ അവസ്ഥ വളരെ മോശമാണ്. ഭയങ്കര ഡിപ്രസിങ് ആയി തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ബേസിക്കലി ഒരു കലാകാരിയാണ്, ഞാൻ വളരെ സെൻസിറ്റീവ് ആണ്. അതുവരെ ഞാൻ വിചാരിച്ചത് ഞാൻ സെൻസിറ്റീവ് അല്ലാത്ത ഭയങ്കര സ്വയം തിരിച്ചറിയാൻ അവിടെ വരെ പോകേണ്ടി വന്നു. അതെ, ആ തിരിച്ചറിവ് മാത്രമല്ല, ബേസിക്കലി 16 വയസ്സിൽ ഒരാൾക്ക് ലൈഫ് തീരുമാനിക്കാൻ പറ്റില്ല. അപ്പൊ ഞാനിതിന് വലിയ ഗുണമായിട്ടാണ് കാണുന്നത്. ഞാൻ സിനിമയിൽ നിന്ന് വിട്ടു മാറി നിന്നത്. ഇവിടെ തന്നെ സിനിമ കുട്ടികളെന്ന് പറയില്ലേ, സിനിമയിൽ തന്നെ ജനിച്ച് വളർന്ന് സിനിമയിൽ തന്നെ അവർക്ക് വേറൊരു ലോകം അറിയില്ല. എന്ന് വെച്ചാൽ വളരെ പ്രൊട്ടക്റ്റീവ് ആണ്. നമ്മളെ വെയിലത്ത് ഇറക്കൂല, അപ്പൊ കുട പിടിക്കും. നമ്മള് കാറ് വന്നു, കാറ് പോയി, നമ്മള് ഭയങ്കര പ്രൊട്ടക്റ്റഡ്, ഒരു കൂടിനുള്ളിൽ വളരുന്ന പോലെയാ, അതുപോലെയാണ്. അപ്പൊ എനിക്ക് റഫായിട്ടുള്ള റിയൽ ലൈഫ് ബോംബെയിലും, അതും അങ്ങനത്തെ ഒരു സിറ്റിയായ എല്ലാ പാഠങ്ങളും, ജീവിതത്തിലെ എല്ലാ പാഠങ്ങളും ഒറ്റ മാസം കൊണ്ട് കിട്ടി. എല്ലാം ലോക്കൽ ട്രെയിൻസിൽ ഇടിച്ച് കയറി കുത്തി കയറി തിരിച്ചിറങ്ങി. ബോംബെ ലൈഫ് എന്നെ ആക്ച്വലി റിയൽ ലൈഫ് പഠിപ്പിച്ചു. ഞാൻ ആദ്യമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്ന് തുടങ്ങി. പ്ലസ് സിനിമയിൽ ഇത്രയും നാൾ അഭിനയിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ സ്വന്തം കാശിലാണ് എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നത്. ഉണ്ടാക്കിയ കാശ് കൊണ്ടാണ് ഞാൻ ബോംബെയിൽ താമസിച്ചിരുന്നതും പഠിച്ചിരുന്നതും. സോ അത് കഴിഞ്ഞിട്ടാണ് ഈ ബിഗ് ബിയിലൊക്കെ വരുന്നത്. ബിഗ് ബിയിൽ വരുന്നത് 2007 ആണ്. അപ്പോൾ 2004 ഞാൻ സിനിമയിലേക്ക്, ഞാൻ 2003 വന്നു. അതൊരു ചെറിയ കഥയാണ്, ഞാൻ പറയാം. ഞാൻ ഈ JJ ഹോസ്പിറ്റൽ ബോംബെയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഭയങ്കര നിരാശയും ടെൻഷനും ഇതൊന്നും അല്ല. ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ ഇതെനിക്ക് ചെയ്യാനും പറ്റില്ല. എനിക്ക് ഡിപ്രഷൻ വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായി ഞാൻ ആരെയും ഹെൽപ്പ് ചെയ്യുന്നില്ല. ഞാൻ അവരുടെ രോഗം എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ജോലി. അവരെ കൊണ്ട് ടെസ്റ്റുകൾ എടുപ്പിച്ച് ബ്ലഡ് ടെസ്റ്റ് കൊടുക്കണ പോലെയല്ല മെന്റൽ ഹെൽത്ത് ടെസ്റ്റ്. 300-500 ക്വസ്റ്റ്യൻ ഒക്കെയാണ് ഒരു ക്വസ്റ്റ്യനെയറിൽ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കാൻ മറ്റേ ആൾക്ക് ഒട്ടും താല്പര്യമില്ല. എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ മാത്രമാണല്ലോ നിങ്ങൾ കേൾക്കുന്നത്. അത് പോട്ടെ, നമുക്ക് സംതൃപ്തി കിട്ടിയാൽ മതി. എനിക്ക് ഇയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. എനിക്ക് എൻ്റെ ഈ ഡയഗ്നോസിസ് കൊടുക്കുമ്പോ എനിക്ക് തോന്നുന്നു ഞാൻ ഇയാളോടൊരു ദ്രോഹമല്ലേ ചെയ്യുന്നത്, ഞാൻ ഇയാളെ മുദ്ര കുത്തുമല്ലേ. അല്ല, അറിയുന്നില്ല. എൻ്റെ ഒരാളുടെ ഡയഗ്നോസിസ് ആണിത്.
ഈ ഡയഗ്നോസിസിന് ഉപയോഗിക്കുന്ന ഈ ടൂൾസ് ഉണ്ടല്ലോ അതിൽ തന്നെ എനിക്ക് വിശ്വാസം ഇല്ലാത്തൊരവസ്ഥ വന്നു. അത് വളരെ ഔട്ട്ഡേറ്റഡ് ആണ്. ഇങ്ങനെ ഒന്നും അല്ല, അതും ഇന്ത്യൻ പശ്ചാത്തലത്തിലേക്ക് പറ്റിയതല്ല, പറ്റുന്നതല്ല. മൊത്തത്തില് ഞാൻ ഡിസ്സാറ്റിസ്ഫൈഡ് ആയിരുന്നു. വെറും എൻ്റെ കാഴ്ചപ്പാടിലല്ല, ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നത് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഞാൻ പെട്ടല്ലോ നല്ല സിനിമയിൽ ഇത്രയും ഹൈറ്റിലെത്തി ഹീറോയിനായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇതൊക്കെ വിട്ടെറിഞ്ഞ് ഇങ്ങോട്ട് പോകുന്നത് ഇപ്പോൾ അബദ്ധമായോ. ഇത് 2 കൊല്ലം കഴിഞ്ഞിട്ട് ആലോചിക്കുന്നത് കേട്ടോ. സിനിമയിൽ നിന്ന് കംപ്ലീറ്റ്ലി കട്ട് ചെയ്തു, എല്ലാ റോൾസും ഞാൻ ചെയ്യുന്നില്ല, അഭിനയം നിർത്തിയെന്ന് പറഞ്ഞു പോയി. ആ സമയത്ത് ഇങ്ങനെ ആ ഹോസ്പിറ്റലിൽ ഇത് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത പേഷ്യൻ്റ് കയറി വരിക. അപ്പോൾ അവരെ കണ്ടപ്പോൾ എനിക്ക് പുതിയൊരു കേസിനെ ഏറ്റെടുക്കാൻ എനിക്ക് വയ്യാന്ന് ആലോചിച്ചപ്പോൾ അവരെ കേസ് കേട്ട് തുടങ്ങിയപ്പോൾ തന്നെ ഭയങ്കര ട്രോമാറ്റിക് സിറ്റുവേഷൻസാണ്. ആ സമയത്ത് എനിക്കൊരു കോൾ വന്നു. അപ്പോൾ നോക്കിയപ്പോൾ കേരള നമ്പറാണ്. ഞാൻ ഇവരോട് 1 മിനിറ്റ് എന്ന് വെച്ചാൽ കേട്ട് തുടങ്ങിയിട്ടില്ല. ഞാൻ പറഞ്ഞു 1 മിനിറ്റ് നിങ്ങളൊന്നും ഇവിടെ സെറ്റിൽ ചെയ്യുക, ആ കുട്ടി അമ്മയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഈ കോൾ എടുക്കാൻ അപ്പുറത്തേക്ക് പോയി. അപ്പോൾ ഇവർ പറഞ്ഞു കൂട്ടെന്ന് പറഞ്ഞ സിനിമയിൽ അരവിന്ദർ സിംഗിൻ്റെ ഹീറോയിനായിട്ട് അഭിനയിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എപ്പോഴാണ് ഷൂട്ട് ചെയ്യേണ്ടത്, നമുക്ക് അടുത്ത ആഴ്ച തുടങ്ങണം. ഞാൻ ദാ വന്നു രോഗിയെ വഴിയിലിട്ടിട്ട് ഓടി രോഗിയുടെ കേസ് എടുത്തിട്ടുണ്ടല്ലേ. ഞാൻ ഉടനെ എൻ്റെ ക്ലാസ്മേറ്റിന് അത് ഏൽപ്പിച്ചിട്ട് ഞാൻ ഇവരോട് പറഞ്ഞു ഡോക്ടർ കവിത വിൽ ബി ടേക്കിംഗ് യുവർ കേസ്. ഞാൻ ലീവിലായിരിക്കുന്ന പറഞ്ഞ ഒരൊറ്റ മുങ്ങല. പിന്നെ ആ വഴിക്ക് പുല്ല് മുളച്ചിട്ടില്ല. അങ്ങനെ തിരിച്ച് മലയാള സിനിമയിലേക്ക് ഓടി കയറി വന്നു. അന്നാണ് വില മനസ്സിലാവുന്നത്. ഒരു ആർട്ടിസ്റ്റിക് പേഴ്സണിന് ഒരു ആർട്ടിസ്റ്റിക് ഔട്ട്ലെറ്റ് ഉള്ളത്. പിന്നീട് എനിക്ക് മനസ്സിലായത് ഞാൻ ഇനിയും ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ എൻ്റെ സ്വന്തം ഐഡിയാസ് എനിക്ക് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ആദ്യം ഒരു പ്ലാറ്റ്ഫോം വേണം. ആ പ്ലാറ്റ്ഫോം തന്നത് സിനിമയാണ്. ഞാനിപ്പോ ഒരു പോസ്റ്റ് ഇട്ടാല് അതിന് എനിക്കൊരു പക്വത വേണ്ടേ. ഈ 20ാമത്തെ വയസ്സിൽ 21ാമത്തെ വയസ്സിലാണോ ഈ ലോകം മാറ്റാൻ പോകുന്നത്? നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തോരം വിലയിരുത്തലുണ്ട്. അങ്ങനെ സിനിമയിൽ നിന്ന് 1-2 വട്ടമല്ല ഞാൻ ഓടിയിട്ടുള്ളത്. ഇപ്പൊ വില മനസ്സിലായി. പക്ഷേ ഇനി എന്ത് ചെയ്യണം എന്താ വെച്ചാൽ കൂട്ടുകഴിഞ്ഞിട്ടുള്ള അടുത്ത സിനിമ ഒന്നും വന്നിട്ടുമില്ല. ഞാൻ ഇനി തിരിച്ച് സൈക്കോളജിയിലേക്കും ഇല്ല. അച്ഛനമ്മയുടെ വീട്ടിൽ വന്ന് ഇരിക്കാനുള്ള മടി. ആ സമയത്ത് എൻ്റെ കുട്ടിക്കാലം മുതലുള്ള ബോയ് ഫ്രണ്ട് ഉണ്ട്, അഭിലാഷ്. ഞങ്ങൾ സംസാരിക്കുക. ആൾ ഓൾറെഡി ബോംബെയിൽ ബാംഗ്ലൂർ ജോലിയിലാണ്, കോൾ സെന്ററിൽ ജോലി കിട്ടി. എന്ന് വെച്ചാൽ അന്ന് ചെറുപ്പത്തിലെ ജോലി കിട്ടുമല്ലോ, നല്ല ശമ്പളമൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ തീരുമാനിക്കണം അന്ന് ആ കല്യാണം കഴിച്ചാലും. പക്ഷെ പുള്ളി അന്നൊരു കണ്ടീഷൻ ഇട്ടു, കല്യാണം കഴിക്കുകയാണെങ്കിൽ സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ല. അതുവരെ ഉള്ളതൊക്കെ ആള് ത്രൂ ഔട്ട് എനിക്ക് 12 വയസ്സുള്ളപ്പോൾ തൊട്ട് എൻ്റെ ബോയ് ഫ്രണ്ടാണ്. അപ്പോൾ 16 to 22 വരെ ഞാൻ അഭിനയിച്ചെല്ലാം ചെയ്തു. കല്യാണം കഴിക്കുകയാണെങ്കിൽ ഇനി ഇത് ശരിയല്ലോ. അപ്പൊ ഞാൻ വീണ്ടും ഞാൻ സിനിമയിൽ നിന്നും ഒളിച്ചു മതി തൽക്കാലം എന്ന് വിചാരിച്ചിട്ടല്ല പോകുന്നത്. കല്യാണം കഴിക്കുകയാണ്, അപ്പൊ കഴിഞ്ഞു. വീണ്ടും കൂട്ടെന്ന് പറഞ്ഞ സിനിമ ചെയ്തു, വീണ്ടും സിനിമയോട് വിടാം. ആദ്യം സൈക്കോളജിക്ക് വേണ്ടി വിടാം, ഇപ്പോൾ കല്യാണത്തിന് വേണ്ടി വിടാം. ഞാൻ കല്യാണം കഴിച്ച് ജാനുവരി തൊട്ട് സെപ്റ്റംബർ ഒക്ടോബർ വരെ ഇരുന്നു. ഒരു പണിയും ചെയ്യാനില്ല, ഫുൾ ഡേ വീട്ടിലിങ്ങനെ ഇരിക്കുക. ഭക്ഷണം ഉണ്ടാക്കാൻ പോലും കാര്യമില്ല. എന്ന് വെച്ചാൽ ഇവര് വർക്ക് ചെയ്യുന്നത് അമേരിക്കൻ ടൈമാണ്. ഭയങ്കര അക്രമ സിറ്റുവേഷൻ ആയിപ്പോയി. അപ്പൊ ഞാൻ തന്നെ പറഞ്ഞു ഇത് ശരിയാവില്ല, എന്തെങ്കിലും ചെയ്യണം. അതും വരുമാനം ഇല്ലാത്തൊരു സമയം വരുമ്പോ നമുക്ക് ഭയങ്കര കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്തിട്ട് പെട്ടെന്ന് കല്യാണം കഴിച്ചാൽ അതും ബാംഗ്ലൂർ. എനിക്ക് ഫ്രണ്ട്സ് ഇല്ല, ആരും ഇല്ല. അപ്പൊ എനിക്ക് ഇൻകം വേണം, എനിക്ക് എന്തെങ്കിലും ചെയ്യണം, പ്രൊഡക്റ്റീവായിട്ടുള്ള എന്തെങ്കിലും ചെയ്യണം. എന്താ ചെയ്യേണ്ടതൊന്നും അറിയില്ല. സൈക്കോളജി വിട്ടല്ലോ, സൈക്കോളജി വിട്ടു, സിനിമയും വിട്ടു. നമുക്ക് പരിചയമുള്ള ആ 2 വലിയ ഫീൽഡ്സ്, എൻ്റെ ലൈഫിലെ വലിയ ഏരിയാസ് ഞാൻ വിട്ടു. ഇനി എന്ത് ചെയ്യും, ഒരു ഐഡിയ ഇല്ലാതിരിക്കുക. അപ്പോൾ ഇതിങ്ങനെ ചെറിയ വീണ്ടും മറ്റേ അന്ന് ഹോസ്പിറ്റലിൽ വന്ന ഫ്രസ്ട്രേഷൻ വീണ്ടും ഇവിടെ വന്നു തുടങ്ങിയ സമയത്ത് വീണ്ടും ഞാൻ പറഞ്ഞ പോലെ ഇതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഭയങ്കര ലക്കിയാണ്. ഇങ്ങനെ ഇരുന്ന് ഒന്ന് ഫ്രസ്ട്രേറ്റഡ് ആയ അപ്പോൾ കോള് വരും. കോള് വന്ന ഇപ്രാവശ്യം ഏഷ്യാനെറ്റിലെ പ്രവീണിന്റെ കോളാണ്. അപ്പൊ ഞാൻ മുമ്പ് യോർ ചോയ്സ് എന്നൊക്കെ പറഞ്ഞ പ്രോഗ്രാം ഏഷ്യാനെറ്റിൽ ചെയ്തിരുന്നു. അപ്പൊ ഇപ്രാവശ്യം വിളിക്കുന്നത് ഓമനത്തിങ്കൾ പക്ഷി എന്ന് പറഞ്ഞ സീരിയലിൽ ഹീറോയിനായിട്ട് അഭിനയിക്കാവോ. ചാടി വീണു. അപ്പൊ തന്നെ അഭിലാഷ് ആക്സെപ്റ്റ് ചെയ്തോ? ഞാൻ ചോദിച്ചില്ല, ഞാൻ ഏറ്റു. അത് കഴിഞ്ഞിട്ടാണ് പറഞ്ഞത് എനിക്കിത് പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ തീരുമാനിച്ചു ഞാൻ ഈ സീരിയലിൽ അഭിനയിക്കാൻ പോകണം. അപ്പോഴേക്കും ആൾക്കും കുറേ കൂടെ പക്വതയായി, ആൾക്ക് മനസ്സിലായി, എന്റെ സിറ്റുവേഷൻ മനസ്സിലായി. അപ്പൊ ശരിയാ, കറക്റ്റ്. അപ്പൊ അത് വിട്ടു. അപ്പൊ നമ്മള് കല്യാണത്തിന് മുമ്പ് വെച്ച ആ സ്ട്രിക്ട്നെസ് നമ്മൾ വിട്ടു. ഓക്കെ, ഞാൻ പറഞ്ഞു ഇത് പിന്നെ
റെഗുലർ ആണ്. സീരിയൽ ആകുമ്പോൾ എനിക്ക് എക്സാക്ട്ലി 10 days എല്ലാ മാസവും ഞാൻ പോയിട്ട് വരും. സിനിമ പോലെയല്ല, നമ്മൾ മാസങ്ങളോളം എവിടെയോ പോയിട്ടാണ് നമ്മൾ എപ്പോഴാണ് തിരിച്ച് വീട്ടിലേക്ക് വരുമെന്ന് പോലും അറിയാത്തത്. ഇത് വളരെ ഷെഡ്യൂൾഡ് ആണ്. അപ്പോൾ അത് ഓക്കെ. ഓമന തിങ്കൾ പക്ഷി കയറി അങ്ങ് ഏഷ്യാനെറ്റിലെ ഏറ്റവും വലിയ ഹിറ്റായി മാറി. അങ്ങനെയാണ് തിരിച്ച് സജീവമായിട്ട് ആക്ടിങ്ങിലേക്ക് വരുന്നത്. പിന്നെ ഇനി ഞാൻ മരണം വരെ ഇവിടുന്ന് പോകുന്നില്ല. ഞാനിവിടെ അതെ അതെ ബിഗ് ബിയില് ഈ നമ്മുടെ ഓമന തിങ്കൾ പക്ഷിയിലെ ആ ക്യാരക്ടറിന്റെ അതേ ഛായകളുള്ള ക്യാരക്ടറാണ് ബിഗ് ബിയിലെ. അങ്ങനെ ബിഗ് ബി തൊട്ട് പിന്നെ എനിക്ക് തോന്നുന്നു സിനിമ തന്നെ, മലയാള സിനിമ തന്നെ മാറി. ആ കാലഘട്ടത്തില് 20 വയസ്സ് കാലഘട്ടത്തില് ഹീറോയിനായിട്ട് നിന്ന് അന്ന് കിട്ടിയിരുന്ന ആ ഒരു പരിഗണന തുടർച്ചയായി കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് മലയാളത്തിലെ ഏറ്റവും ബിസിയസ്റ്റ് ഹീറോയിന്മാരിൽ ഒരാളായി മാറേണ്ടിയിരുന്നു. പക്ഷെ പലപ്പോഴും എനിക്ക് തോന്നുന്നത് ഹീറോയിൻ അല്ലാത്ത ക്യാരക്ടേഴ്സ് ചെയ്താണ് ലെനയായത് അല്ലേ? അല്ല, ഞാൻ നോക്കിയിട്ട് ഹീറോയിൻ എന്ന് പറയുന്ന ആ പദവി വേണോ അതോ ആക്ടിങ് സാറ്റിസ്ഫാക്ഷനും വെറൈറ്റി ആണോ വേണ്ടേ? ഒരു ഹീറോയിന് എത്ര വെറൈറ്റി ചെയ്യാൻ പറ്റും? ഹീറോയിൻ നെഗറ്റീവ് ആവില്ല ജനറലി. ഞാൻ ജനറൽ ആയിട്ട് പറയാണ്, ഹീറോയിൻ നെഗറ്റീവ് ആവില്ല. ഹീറോയിന് സ്വന്തമായിട്ടുള്ള വ്യക്തിത്വം ഫീമെയിൽ സെൻട്രിക് പടങ്ങളിൽ മാത്രമേ കിട്ടുള്ളൂ. ഹീറോയിന് എന്തെല്ലാം ചെയ്യാൻ പറ്റും. അതായത് ഞാൻ എൻ്റെ കരിയറിൽ ഇപ്പോൾ 100 സിനിമകൾ തികഞ്ഞു. ഈ 100 സിനിമയിൽ 100 തരം വേഷങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഏജ് വൈസ് ഞാൻ 60 വയസ്സായ ഹീറോയിൻസ് ചെയ്യില്ല ആ വേഷം. അപ്പോൾ ആക്ച്വലി ആ ഹീറോയിൻ പദവി എനിക്ക് പണ്ട് വലിയ വാല്യുബിൾ ആയിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഹീറോയിൻ ആയ സമയത്ത് ഞാൻ ഇതെല്ലാം കൂടി ഇട്ടെറിഞ്ഞു പോയത്. എനിക്കത് വലിയ ഹീറോയിനും സിനിമയിലെ ഒരു ക്യാരക്ടറാണ്. ഹീറോയും ഹീറോയിനും എന്റെ കാഴ്ചപ്പാടിൽ അന്ന്. പക്ഷെ അന്നത്തെ സിനിമയിൽ അങ്ങനെയല്ല. അന്നത്തെ സിനിമ ഹീറോ, ഹീറോയിൻ, വില്ലൻ ഇവരാണ് മെയിൻ ആൾക്കാർ. ഇന്നത്തെ സിനിമ എടുത്തു നോക്കൂ, ട്രാഫിക്. ആരാ ഹീറോ, ആരാ ഹീറോയിൻ? ഹീറോ ഉണ്ട്, പറയാനുണ്ട്, സ്ക്രിപ്റ്റ് ആണ് ഹീറോ. ആ കാഴ്ചപ്പാടായിരുന്നു എനിക്ക് പണ്ടേ. പിന്നെ ട്രാഫിക്കിലാണ് ഈ പറയുന്ന പോലെ ഒരു ബ്രേക്ക് ആയത്. ഞാൻ വീണ്ടും ഞാൻ കുറെ എന്റെ ടൈമിന് മുമ്പുള്ള ആളായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. ട്രാഫിക് ഒക്കെ ആയപ്പോഴേക്കും എന്റെ കാഴ്ചപ്പാടിലോട്ട് സിനിമ എത്തി. അപ്പൊ ഞാൻ കംഫർട്ടബിൾ ആയി. ഡെഫിനറ്റ്ലി എത്രയോ കൊല്ലം മുമ്പ് 2011 ട്രാഫിക്. ഞാൻ 98 മുതൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക. അതിനുശേഷം ഹിന്ദിയിലൊരു പടം ചെയ്തു, എയർലിഫ്റ്റ് ചെയ്തു. പിന്നെ കന്നഡ, കന്നഡ ചെയ്തിട്ടില്ല. ഞാൻ ബാംഗ്ലൂർ താമസിക്കുന്നത്, പക്ഷെ കന്നഡ ചെയ്തിട്ടില്ല. തെലുങ്കും തമിഴും ചെയ്തു. തമിഴിൽ ഇപ്പൊ നെക്സ്റ്റ് റിലീസ് വലിയ പടമാണ് കടാരം കൊണ്ടൻ. ചോദിക്കാൻ വന്നത്, കടാരം കൊണ്ടൻ എന്ന് പറയുന്ന സിനിമയിൽ നിങ്ങളുടെ അപ്പിയറൻസും ഒക്കെ ചെയ്തിട്ട് അതിനുവേണ്ടിയാണ് തോന്നുന്നു? അതിനുവേണ്ടിയല്ല. അല്ല, ഞാൻ കഴിഞ്ഞ വർഷം ഏകദേശം ഈ സമയത്ത്, അതായത് ഏപ്രിൽ 2018 ഞാൻ മുട്ടയടിച്ചിരുന്നു. ഏപ്രിലും കൂടെ അല്ല, മാർച്ചിൽ മുട്ടയടിച്ചു, ഫുള്ളി മുട്ടയടിച്ചു. എന്നിട്ട് ഹിമാലയത്തോട്ട് ഒരു 2 months ടൂർ പോയി. എന്നുവെച്ചാൽ അത് എനിക്ക് തോന്നുന്നു ഈ 20 years ഓഫ് ലൈഫ് എനിക്ക് ഫൈനലി ഞാൻ എൻ്റെ കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് ആയി. ഓക്കെ, ഞാൻ ഏകദേശം എനിക്ക് തന്നെ ഒരു, ഞാൻ ശരിക്കും ഒരു വർക്കഹോളിക്കായി മാറിയിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ ഒരു വർഷം, ചില വർഷമൊക്കെ ഞാൻ 7 or 8 സിനിമയൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാ സിനിമയിലും ഉണ്ട്, പക്ഷെ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യാണ്. എൻ്റെ കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് ഇത് വർക്കായിട്ട് തോന്നാറില്ല. അഭിനയം എൻ്റെ ജീവിതമാണ്. ഐ ലവ് ഇറ്റ്. പക്ഷെ എന്നാലും ഇത് മാത്രം പറ്റില്ലല്ലോ, വേറെ എന്തെങ്കിലും വേണ്ട ലൈഫിൽ. അങ്ങനെ 20 years തികഞ്ഞു കഴിഞ്ഞ വർഷം February 11. അപ്പോൾ തൊട്ട് ഈ ഒരു ഫ്രീഡമിൻ്റെ ഒരു എയർ വന്നു എനിക്ക്. 100 സിനിമ 20 വർഷം, കൊള്ളാം, നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം. അങ്ങനെ ഒരു ബ്രേക്ക് എടുത്ത് മുട്ടയടിച്ച് ഹിമാലയത്ത് പോകുന്നത് അതൊരു പ്ലാൻ സംഭവമല്ല. പെട്ടെന്ന് ഇരുന്നിങ്ങനെ തോന്നുകയാണ്. ആരും കൂടെ പോയില്ല, സോളോ ട്രിപ്പാണ്, ഒറ്റയ്ക്ക്. അതാ ഞാൻ പറഞ്ഞപ്പോ നമ്മളൊരു വേറൊരു ലെവലിലേക്ക് നമ്മൾ എത്തി. അതുവരെയുള്ള സ്ട്രഗിൾസും സർവൈവലും, എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട ഇതെല്ലാം പോയി, അങ്ങ് ഫ്രീ ആയി. അത് എന്തുകൊണ്ട് അങ്ങനെ ഫ്രീ ആയി എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല, ആ സമയത്തിന്റെ ആയിരിക്കും. പക്ഷെ മൊത്തത്തിൽ ലൈഫിലെ എല്ലാ ഡയമെൻഷനിലും ഫ്രീ ആയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഞാൻ ഓൾറെഡി ഞാൻ എൻ്റെ കാര്യം ഞാൻ മാത്രം ബോധർ ചെയ്താൽ മതി. ഞാനിപ്പോൾ എന്ത് ചെയ്താലും വേറെ ആരെയും ബാധിക്കുന്നില്ല വ്യക്തിപരമായിട്ട്. ഞാൻ ചോദിക്കുന്നത്, അത് പറയുമ്പോൾ ഒരു ഇപ്പോൾ ഒരു കെട്ടുപാടുകളൊന്നുമില്ല, ഒരു കമ്മിറ്റ്മെൻറ്റുകളില്ല, സ്വന്തമായിട്ട് ഒരു ഇൻഡിപെൻഡൻറ്റ് വുമൺ എന്ന രീതിയിലാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇതിനു മുമ്പ് സിനിമയിലെത്തിയ സമയത്ത് നമുക്കറിയാം സിനിമ നായികമാരെല്ലാവരും ആരെങ്കിലും ഒരു ഹെൽപ്പ് ഇല്ലാതെ സെറ്റിൽ വരില്ല, ആരെങ്കിലും ഒപ്പം ഉണ്ടാവും. എനിക്ക് അസിസ്റ്റൻസും ഇല്ല. ആ കാലഘട്ടത്തിൽ തന്നെ ലെന എനിക്ക് തോന്നുന്നു ഒറ്റയ്ക്കാണ് ലൊക്കേഷനിലേക്ക് ഒരു പരിധി വരെ വന്നത്. ഞാൻ രണ്ടാം ഭാവം വരെ ഓമനത്തിങ്കൾ പക്ഷി വരെ എൻ്റെ അമ്മ കൂടെ വരുമായിരുന്നു റെഗുലർലി. അതിനുശേഷം ഞാൻ ഓമനത്തിങ്കൾ പക്ഷിയൊക്കെ ചെയ്തു തുടങ്ങിയപ്പോൾ അമ്മയ്ക്ക് അമ്മയുടേതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അന്നൊക്കെ വല്ലപ്പോഴല്ലേ ഒരു പടം ചെയ്യുന്നത്, ഇതിപ്പോൾ റെഗുലർലി എല്ലാ മാസവും. പിന്നെ എനിക്ക് തന്നെ തോന്നി ഞാനിപ്പോൾ ഓൾറെഡി മാരീഡ് ആണ്. എൻ്റെ അനിയത്തി അന്ന് സ്കൂളിൽ +1 +2 ഒക്കെയാണ്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അവളുടെ പഠനത്തിനായിട്ട് അവിടെ ഇരുന്നോളൂ. അപ്പോൾ നമ്മുടെ ശ്രീവിദ്യാമ്മ എനിക്ക് എൻ്റെ കൂടെ നിൽക്കാൻ അംബുജം എന്ന് പറഞ്ഞ ചേച്ചീനെ ആക്കി. അംബുജം ആക്ച്വലി ശ്രീവിദ്യാമ്മയുടെ ഹെയർ ഡ്രസ്സറാണ്. അംബുജനിയിൽ എന്നോട് കൂടെ നിൽക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയി. അപ്പോൾ ആ ഒരു ഇൻഡിപെൻഡൻ്റ് ആയതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ് ആയിരുന്നു ഈ. അതെ അതെ, ഇത് ആ ഇൻഡിപെൻഡൻസിന്റെ അപ്പുറത്തുള്ള ഒരു ഇൻഡിപെൻഡൻസാ. നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ സ്കൈ ആണ് ലിമിറ്റ് എന്ന് തോന്നൂലേ? പക്ഷെ ആക്ച്വലി നമ്മൾ എയർപ്ലെയിനിൽ പോയി കഴിഞ്ഞാൽ സ്കൈയിന്റെ മുകളിൽ സ്കൈ ഉണ്ടല്ലോ. അപ്പോൾ ആ ടൈപ്പ് ഓഫ് ഫ്രീഡം ആയി പോയി. അതുവരെ പ്ലെയിനിൽ കയറാത്ത പോലത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കയറിയപ്പോ എങ്ങനെയുണ്ടായിരുന്നു ആ ഹിമാലയൻ യാത്ര? അത് എവിടെയും പറഞ്ഞു കേട്ടില്ലല്ലോ. അത് ഇനിയും പറയാനുണ്ട്. അത് ഇവിടെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ശരിക്കും അത് ഷെയർ ചെയ്യാൻ കുറെ ഉണ്ട്. ഞാൻ ഉടനെ അത് നന്നായി നല്ല രീതിയിൽ തന്നെ വീഡിയോസ് അടക്കം ഷെയർ ചെയ്യുന്നതായിരിക്കും. പക്ഷെ കഥ പറയാം. എനിക്കിങ്ങനെ തോന്നുകയാണ് നേപ്പാളിൽ പോകണം. ഞാൻ ഹിമാലയം എന്നുള്ള രീതിയിലല്ലായിരിക്കും, നേപ്പാളിൽ പോകണം. എന്തിനാ തോന്നുന്നതെന്ന് ഞാൻ ജനറലി എൻ്റെ ഉൾവിളികളങ്ങ് കേൾക്കുന്ന ഒരാളാണ്. നേപ്പാളിൽ പോകണം, ശരി, മേക്ക് മൈ ട്രിപ്പ് ആപ്പ് എടുത്തു, കാഠ്മണ്ഡു ടിക്കറ്റ് അടിച്ചു, 11,000 rupees ടിക്കറ്റ്. അത്രേ ഉള്ളൂ. ടിക്കറ്റ് ബുക്ക് ചെയ്തു, ഒരു പ്ലാനും ഇല്ല. എന്നിട്ട് ഒരു ഹോട്ടൽ അന്ന് ലാൻഡ് ചെയ്യണ അന്നത്തെ നൈറ്റിലേക്കുള്ള ഒരു 4 സ്റ്റാർ ഹോട്ടലാണ്. എന്ന് വെച്ചാൽ എനിക്ക് തീരെ അറിയാത്ത ഒരു സ്ഥലമായതുകൊണ്ട് അവിടെ പോയത് ഹോട്ടലിൽ തപ്പാൻ പറ്റില്ല. ആ രാത്രിയിൽ ഒരു 4 സ്റ്റാർ ഹോട്ടൽ നിയർ ദ എയർപോർട്ട് ബുക്ക് ചെയ്തു. ഇത്രേ ഉള്ളൂ. ദാറ്റ് ഈസ് ദി എൻഡ് ഓഫ് പ്ലാനിങ്. അവിടെ ലാൻഡ് ചെയ്തു. എനിക്ക് എന്തോ ഞാൻ എൻ്റെ തറവാട്ടിലെത്തിയ പോലെ ഞാൻ കംഫർട്ടബിൾ ആയിരുന്നു. ഒരു ബാക്ക് പാക്കും ഞാനും നേപ്പാളും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നെക്സ്റ്റ് ഡേ ആ ഹോട്ടലിൽ നിന്ന് മാറി. അതൊരു ബൊട്ടീക്ക് ഹോട്ടലായിരുന്നു. അപ്പോൾ നമുക്ക് ചേഞ്ച് ഫീൽ ചെയ്യുന്നില്ല. നമ്മൾ സ്ഥിരമായിട്ട് ഹോട്ടൽ റൂമിൽ താമസിക്കുന്ന പോലെ നല്ലൊരു ഹോട്ടൽ റൂം. അവിടെ നിന്ന് ബാഗ് എടുത്ത് ഇറങ്ങി. ടെൻറ്റ് ഉണ്ടായിരുന്നു, സ്ലീപ്പിംഗ് ബാഗ് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ട്. എല്ലാം പാക്ക് ചെയ്താൽ പോയേക്കുന്നത്. തിരിച്ചു വരുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു പോകുമ്പോൾ. ഞാൻ മിക്കവാറും തിരിച്ചു വരില്ല എന്നാണ് എൻ്റെ ഫീലിംഗ്. അപ്പോൾ ഒരു ഡെഡ് ലൈനില്ല, എന്നാൽ തിരിച്ചു വരേണ്ട അങ്ങനെ ഒരു പ്ലാനേ ഇല്ല. ജസ്റ്റ് ടിക്കറ്റ് എടുത്ത് പോയിരിക്കുക. പിന്നെ മൊട്ട തലയാണ്, അതുകൊണ്ട് പിന്നെ അവിടെ ആരും ബോധോടല്ല. എന്ന് വെച്ചാൽ ബുദ്ധിസ്റ്റ് മോങ്കായിരിക്കും, ആരും ബോധോടല്ല. അതെ. അപ്പോൾ അങ്ങനെ നെക്സ്റ്റ് ഡേ തൊട്ട് ഹോസ്റ്റലിലേക്ക് മാറി. അപ്പോൾ ഒരു ചെറിയ ബങ്ക് ബെഡ്സ് ഉള്ള ഹോസ്റ്റൽ സ്റ്റേ. അങ്ങനെ മാറി. കുറേ ഇൻട്രസ്റ്റിംഗ് ആൾക്കാരെ മീറ്റ് ചെയ്തു. അവിടെ പശുപതിനാഥ് ടെമ്പിളിൽ പോയി, ഇവിടെ പോയി, അവിടെ പോയി. പിന്നെ കുറച്ച് ദിവസം അവിടെ തന്നെ കാഠ്മണ്ഡുവിൽ സ്പെൻഡ് ചെയ്ത് കാഠ്മണ്ഡു ഏകദേശം കവറായി. പിന്നെ ഔട്ട്സ്കേർട്സിലേക്ക് പോയില്ല, കാഠ്മണ്ഡുവിൻ്റെ സിറ്റിയൊക്കെ കവറായി. ഒരുപാടുണ്ട്. അങ്ങനെ നമുക്ക് എല്ലാം കവർ ചെയ്യാനും എനിക്ക് തോന്നുന്നില്ല. ഞാൻ 3 days കാഠ്മണ്ഡുവിൽ ഭയങ്കര ഡസ്റ്റ് ആയിരുന്നു. അവിടെ മുഴുവൻ റോഡ് വർക്ക് നടക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു ആ എർത്ത് ക്വേക്കിന് ശേഷമുള്ള അവരുടെ റിപ്പയർസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് ആ ഡസ്റ്റിനെസ് ഇതൊക്കെ മാറി. എനിക്ക് എൻ്റെ മനസ്സിൽ ഈ സ്നോ ക്യാപ്പ് മൗണ്ടൻസ് ഉണ്ട്. അപ്പോൾ അത് അങ്ങോട്ട് പോകണം. പക്ഷെ ഇതെങ്ങനെയാണ് പോകേണ്ടതെന്ന് അറിയില്ല, ഒന്നും അറിയില്ല. അപ്പോൾ നേരെ പോഖറയിലേക്ക് പോയി. പോഖറ. അപ്പോൾ ബാംഗ്ലൂരിലുള്ള എൻ്റെ ഫ്രണ്ട് മോഹൻ്റെ പഴയ ഒരു ഫ്രണ്ട് രാജി എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ലാൻഡൊക്കെ എടുത്ത് 10 വർഷമായിട്ട് നേപ്പാളിൽ വന്നു പോകുന്ന ഒരാളാണ്. സ്ഥിരമായിട്ട് നേപ്പാളിലാണ് കൂടുതലും താമസിക്കുന്നത്. ലാൻഡൊക്കെ ലീസിനെടുത്ത് അതിലെന്തോ സ്റ്റാർട്ട് ചെയ്യണം, ചെറിയ രീതിയിൽ സ്റ്റേയും ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ആളുടെ കോൺടാക്റ്റ് എനിക്ക് തന്നിരുന്നു. ഞാൻ അവരെ വിളിച്ചപ്പോൾ രാജി പറഞ്ഞു പോഖറയിൽ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീടുണ്ട്, അവരുടെ വീട്ടിൽ ഒരു റൂം വെച്ചിട്ട് ഹോം സ്റ്റേ ഒക്കെ ഉണ്ട്, അങ്ങനെ താമസിക്കാം. റൂമിൻ്റെ റെൻറ്റ് 200 രൂപ, അവരുടെ നേപ്പാളി രൂപ. അവരുടെ രൂപ എന്ന് പറയുന്നത് നമ്മുടെ 1 രൂപ, അവരുടെ 1 രൂപ 60 പൈസയാണ്. അപ്പം 200 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 150 റുപ്പീസിന്റെ റൂമിലാണ് താമസിക്കുന്നത്. ഭയങ്കര സുഖം. അവർ ഭയങ്കര രസമുള്ളൊരു വീട്, ഫുൾ ഗാർഡനൊക്കെ ആയിട്ട്. അവിടുത്തെ ലേഡി, അതിൻ്റെ ഓണർ, ഇവരുടെ ഫ്രണ്ടിൻ്റെ അമ്മ, അവർ ഭയങ്കര എന്താ വെച്ചാൽ ഭയങ്കര ക്വീൻ പോലത്തെ ഒരു ലേഡിയാണ്. അപ്പോൾ അവർ ലോക്കലാണ്, ഭയങ്കര സിമ്പിളാണ്.
അങ്ങനെ പോഖറയിൽ കുറെ നാൾ നിന്ന് അവിടുത്തെ വെറുതെ കറങ്ങി നടക്കുക, ഒരു ഐഡിയ ഇല്ല. അപ്പോഴും ഐസ് സ്റ്റോപ്പ് കണ്ടില്ല? ഇല്ലില്ല, ഐസ് സ്റ്റോപ്പ് ഒന്നും ഇല്ല. പോഖറ 900 meters above sea level ആണ്. പക്ഷെ ബ്യൂട്ടിഫുൾ ലേക്ക് ഒക്കെ ഉള്ള ലാൻഡ്സ്കേപ്പ്. പക്ഷെ പോഖറയാണ് എല്ലാത്തിനും സ്റ്റാർട്ടിങ് പോയിന്റ്. ഇനി എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് പോകണോ എവിടെ പോകണമെങ്കിലും പോഖറന്നാണ് പോകുന്നത്. അപ്പോൾ അവിടെ കുറേ ആൾക്കാരെ മീറ്റ് ചെയ്തു, ട്രാവലേഴ്സ്. അപ്പോഴാണ് എന്തോരം വിചിത്ര തരം ആൾക്കാരുണ്ട് ഈ ലോകത്ത്. മനുഷ്യന്മാർ 13 വയസ്സിൽ ജർമ്മനി വിട്ട് പിന്നെ ഇന്ത്യയിൽ 13ാമത്തെ വയസ്സ് മുതൽ 55ാമത്തെ വയസ്സ് വരെ ഇന്ത്യയിൽ ജീവിക്കുന്ന ആൾക്കാർ. അവർക്ക് ഇന്ത്യയിൽ സിറ്റിസൺഷിപ്പ് ഇല്ല. ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഇല്ലാത്തതുകൊണ്ട് അവരെല്ലാ 3 മാസത്തേക്ക് 6 മാസത്തേക്കൊക്കെ അവർക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അവര് 2 ആഴ്ചത്തേക്ക് പുറത്തേക്ക് പോകണം, 2 മാസത്തേക്ക് ഇന്ത്യയിൽ നിൽക്കാതെ പോയിട്ട് തിരിച്ചു വരണം. പക്ഷെ ഇന്ത്യയോടുള്ള സ്നേഹം കൊണ്ട് ഒരു വേറെ ട്രാവൽസ് ചെയ്തിട്ട് തിരിച്ച് ഇന്ത്യയിലെത്തും. ഹിമാലയം, ഗോവ ഇവിടെയൊക്കെ ആയിട്ട് അവരിങ്ങനെ നിൽക്കുകയാണ്. മ്യൂസിഷ്യൻസ്, ആർട്ടിസ്റ്റ്, പെയിൻറ്റേഴ്സ്, കുറേ ഇൻട്രസ്റ്റിംഗ് ആൾക്കാർ. അതിൻ്റെ ഇടയിൽ ട്രെക്കേഴ്സിനെ മീറ്റ് ചെയ്തു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു അന്നപൂർണ്ണ സർക്യൂട്ട് ട്രെക്ക് ചെയ്യൂ. അങ്ങനെ കുറേ വട്ടം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ശരിയാണ്, നമുക്ക് മറ്റേ ഇത് കാണണമല്ലോ, മഞ്ഞുമല കാണണമല്ലോ. എവറസ്റ്റ് ബേസ് ക്യാമ്പ് ചെയ്യാൻ പറ്റില്ല, അതിന് കുറച്ച് ട്രെയിനിങ് വേണം. പിന്നെ ഭയങ്കര അത് കുറേയും കൂടെ എന്താ പറയുക തിരക്കാണ്. ടയറിങ് മാത്രമല്ല, ഒരുപാട് ആൾക്കാർ പോകുന്ന ഒരു സ്പേസാണ്. അപ്പോൾ ഞാൻ അന്നപൂർണ്ണ സർക്യൂട്ട് ചെയ്യാൻ വെച്ചു. ഗൈഡില്ല, ഒന്നുമില്ല, അങ്ങ് തിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച്, ബേസിക്കലി തേർമൽ സോക്സ്, ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ, വാട്ടർ ബോട്ടിൽ, വാട്ടർ പ്യൂരിഫയർ, ഇത് അതൊക്കെ. അന്നപൂർണ്ണ സർക്യൂട്ട് അങ്ങ് തുടങ്ങി. പോഖറന്ന് ജീപ്പിൽ പോകുന്നു, ചാമേ വരെ. അവിടെ നിന്ന് പിന്നെ നടക്കുകയാണ്. 14 ദിവസം നടന്നു. ടെന്റ് അല്ല, നമുക്ക് വില്ലേജസ് ഉണ്ട്. നമ്മളൊരു 6 hours കയറിയാൽ മതി. പക്ഷെ നമ്മൾ ഫൈനലി എത്തുന്ന തൊറങ്ല പാസ് എന്ന് പറയുന്നത് ഒരു നമ്മൾ 900 meters പോഖറയിൽ നിന്ന് തുടങ്ങി. ഇത് 5416 meters ഹൈ ആണ് തൊറങ്ല പാസ്. പാസ്സാണ്, അതെ, അത് ഇതിന്റെ ഹൈറ്റ് ആണ്. പിന്നെ അവിടെ നിന്ന് താഴേക്ക് നടന്ന് നമ്മളൊരു 7-8 മണിക്കൂർ താഴേക്ക് നടന്നാൽ മുക്തിനാഥിലെത്തും. അത് ഞാൻ 14 days ആണ് നടന്നത്. പക്ഷെ ഞാൻ മുക്തിനാഥ് ജോംസം കഴിഞ്ഞാൽ പിന്നെ ഞാൻ ബൈ റോഡാണ്. ഞാൻ ഫ്ലൈറ്റാണ് എടുത്തത്. ചെറിയ ഫ്ലൈറ്റ്സ് ഉണ്ട്, 8 seater ഫ്ലൈറ്റ്സ് ഒക്കെ. അതിൽ ജോംസം തിരിച്ചു വന്നു. പിന്നെ ഭയങ്കര ഡസ്റ്റിയും റോഡ് വർക്കും ഒക്കെയാണ്. തിരിച്ച് ഡൗൺ ഞാൻ ട്രെക്ക് ചെയ്തില്ല. പിന്നെ പോഖറയിലേക്ക് വന്നു. പിന്നെ കുറച്ചു നേരം അവിടെ വീണ്ടും നിന്നിട്ട് എത്ര മാസം? 2 മാസം. 2 മാസം വെറുതെ. എന്നിട്ട് ഞാൻ കൊണ്ടുപോയ കാശ് തീർന്നുമില്ല. അത്ര ചീപ്പാണ് ട്രാവൽ ചെയ്യാൻ. എന്ന് വെച്ചാൽ നമ്മൾ കമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒന്നും ചെയ്യുന്നില്ല. ഈ ദിവസം രാവിലെ എണീറ്റ് നടക്കാൻ എന്തോരം വേണം. റൂമിന്റെ വില 200 രൂപ, 300 രൂപ അവരുടെ രൂപ. അവരുടെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, എല്ലാ തരം ഫുഡും കിട്ടും. അല്ലല്ല, എല്ലാ തരം ഫുഡും കിട്ടും. അതായത് ലോകത്തിലെ എല്ലാ വശത്തുനിന്നും ആളുകൾ വരുന്നുണ്ട് ട്രെക്ക് ചെയ്യാൻ. ഞാനിത് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാരുതിയുടെ ഓഫ് റോഡ് റാലിക്ക് പോയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾക്ക് മാക്സിമം കിട്ടിയത് നൂഡിൽസാ. അത് ഇന്ത്യ സൈഡാണ്. മണാലിയിൽ നിന്ന് യാത്ര തുടങ്ങിയിട്ട് സ്പിറ്റി വാലി വഴി അങ്ങനെ ലഡാക്ക് വരെ. ഞാൻ ലഡാക്ക് വരെ പോയില്ല, സ്പിറ്റി വാലിയിലേക്ക് വന്നു. അത് വേറൊരു കഥ. അത് ഞാൻ അവിടെ ഉള്ളപ്പോൾ ഈ മൊട്ട അടിച്ചതായതുകൊണ്ട് ജിതിൻ ലാൽ എന്ന് പറഞ്ഞ നമ്മുടെ എന്ന് നിന്റെ മൊയ്തീനിലെ അസോസിയേറ്റ് ഡയറക്ടർ എന്നെ വിളിച്ചിട്ട് നമുക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്യാം. ഒരു സോങ് വീഡിയോ ഷൂട്ടാണ്, ഒരു ട്രിലജിയാണ്. 3 സോങ്സിന് 3 ലേഡീസിനെ വെച്ച് ഫീമെയിൽ എംപവർമെന്റ് ഇതൊക്കെ പറഞ്ഞ ഒരു തീം. ഞാൻ ഓൾറെഡി നേപ്പാളിൻ്റെ ആൾ പറഞ്ഞു പോകും. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ട്, ഡെയിലി സ്റ്റോറീസ് ഞങ്ങളിങ്ങനെ കാത്തിരുന്ന് കാണുകയാണ്. അപ്പോൾ ഇതൊന്ന് ജോയിൻ ചെയ്യാമോ? നേപ്പാൾ ട്രിപ്പ് കഴിയുമ്പോൾ ഒന്ന് സ്പിതി വാലിയിലേക്ക് വന്നാൽ. അപ്പോൾ ഞാൻ ജസ്റ്റ് നേപ്പാളിൽ നിന്ന് ഡൽഹി വരെ വന്നാൽ മതി. പിന്നെ ഡൽഹിയിൽ നിന്ന് ഇവരുടെ കൂടെ മനാലി പോയി, മനാലിയിൽ നിന്ന് സ്പിതി വാലി. അപ്പോൾ എൻ്റെ മൈൻഡിൽ ഈസ്റ്റേൺ ഹിമാലയാസ് 2 മാസം കിട്ടി. ഇനി വെസ്റ്റേൺ ഹിമാലയാസും കൂടെ പോയ ഒരു കംപ്ലീഷൻ ഉണ്ടല്ലോ. അത് മാത്രമല്ല, എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. അവിടെ പോയി ബീ ഹണ്ടേഴ്സിന്റെ കൂടെ ഫോറസ്റ്റിൽ താമസിച്ചിട്ടുണ്ട്. ഈ അന്നപൂർണ്ണ സർക്യൂട്ട് ഒക്കെ കഴിഞ്ഞു. എന്നിട്ട് ഇങ്ങനെ ഇരിക്കുക, ഇനി നെക്സ്റ്റ് എന്തെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഈ ഇമെയിൽ വരുന്നത്. അപ്പോൾ ആ ഇമെയിൽ ഞാൻ ആൻസർ ചെയ്തു. പിന്നെ ഞങ്ങൾ സംസാരിച്ചു. ശരി, അങ്ങനെയാണ് നേപ്പാളിൽ നിന്ന് പുറത്തിറങ്ങിയത്. അല്ലെങ്കിൽ ചിലപ്പോൾ വരില്ലായിരുന്നു. ഓ യെസ്, വെരി ഗുഡ്.